അയൺമാൻ 70.3 വിൻ ചെയ്ത് നിൽക്കുന്ന ഒരാൾ. പേര് ഡോക്ടർ ശ്രീദേവി വാര്യർ. 3 കാർഡിയോ സ്പോർട്സ് ആണ് ഇതിലുള്ളത്. സ്വിമ്മിംഗ് 1.9 കിലോമീറ്റർ സ്വിമ്മിംഗ് ചെയ്യണം, 90 കിലോമീറ്റേഴ്സ് സൈക്കിൾ ചെയ്യുക, 21 കിലോമീറ്റേഴ്സ്, അതായത് ഒരു ഹാഫ് മാരത്തോൺ റൺ ചെയ്യുക. പക്ഷെ എല്ലാം കൂടെ ഒരു 8.5 മണിക്കൂറിൽ ചെയ്തു തീർക്കുക. അതാണ് ഈ ചാലഞ്ച്. കേരളത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ വുമൺ ആണോ എന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മൾ നല്ല ട്രെയിൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും സഫർ ചെയ്യും. നമ്മൾ മനസ്സ് കൈവിട്ട് പോയാൽ പിന്നെ പോയി. ഇതെല്ലാത്തിലും ക്ഷീണിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആണല്ലേ. സ്വിമ്മിംഗ് അറിയില്ലെന്നല്ലേ പറഞ്ഞേ? സ്വിമ്മിംഗ് അറിയില്ല എന്ന് മാത്രമല്ല, വെള്ളം ഭയങ്കര പേടിയാണ്. കടലിൽ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ധൈര്യം വന്നേ? സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അയൺമാൻ കംപ്ലീറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ കടലിൽ നീതി തീർത്തു എന്നുള്ളതാണ്. കടലിൽ ഇറങ്ങാം എന്നുള്ളൊരു പാകത്തിലാവാൻ എത്ര സമയം എടുത്തു? 1 ഇയറിന്റെ അടുത്ത് എന്തായാലും എടുത്തിട്ടുണ്ട്. ഞാൻ 2 കിലോമീറ്റർ സ്വിമ്മിംഗ് പൂളിൽ കോൺഫിഡന്റ്ലി ഇത്ര ടൈമിൽ നീന്തി കഴിഞ്ഞതിന് ശേഷമാണ് സീല് വന്നത്. അപ്പം നീന്തലിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സീ ആയിരുന്നു പേടി. സ്വിമ്മിംഗ് കഴിഞ്ഞ് ഞാൻ എന്റെ വാച്ചിൽ നോക്കുമ്പോൾ 54 മിനിറ്റ്സിൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉറക്കെ ചിരിച്ചു. അത് കറക്റ്റ് ആയിട്ട് ഒരു ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ചിരിയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സാധാരണ നമ്മൾ ഇന്റർവ്യൂവിൽ കുറേ സെലിബ്രിറ്റീസിനെയൊക്കെ പരിചയപ്പെടാറുണ്ട്. അവരുടെ പുതിയ അപ്ഡേറ്റ്സും വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് പക്ഷേ എൻ്റെ കൂടെ ഉള്ളത് ഒരു ചാലഞ്ച് വിൻ ചെയ്ത് നിൽക്കുന്ന ലേഡിയാണ് കേട്ടോ. ആള് പറവൂർക്കാരിയാണ്. പേര് ഡോക്ടർ ശ്രീദേവി വാര്യർ. ഒരു വലിയ ചാലഞ്ച് മീറ്റ് ചെയ്ത് ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് വന്ന് നിൽക്കുകയാണ്. ചാലഞ്ചിൻ്റെ പേര് അയൺമാൻ 70.3. ചെറിയ ചാലഞ്ച് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നീന്തണം, സൈക്കിൾ ഓടിക്കണം, പിന്നെ റൺ ചെയ്യണം. ഇതൊക്കെ ഒരു പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. നീന്തുന്നത് എവിടെയാണ്? വലിയ സമുദ്രത്തിൽ. അപ്പോൾ ആ ചാലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വിൻ ചെയ്ത് നിൽക്കുന്ന ഒരാൾ. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണോ കിട്ടുന്നേട്ടാ? എല്ലാം വളരെ വളരെ കറക്റ്റ് ആണ്. അപ്പോൾ പറയൂ, എന്താണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും അയൺമാൻ 70.3 എന്നുള്ള ചാലഞ്ച് ആക്ച്വലി എന്താണ്? അതിൻ്റെ ഒരു കണക്കുകൾ എന്തൊക്കെയാണ്? ഇത്ര കംപ്ലീറ്റ് ചെയ്യണം, ഇത്ര ടൈമിനുള്ളതൊക്കെ ഉണ്ടല്ലോ. എന്താ അത്? ഈ അയൺമാൻ 70.3 70.3 എന്താണെന്നാണ് ആദ്യം എല്ലാവരും ചോദിക്കാറ്. അപ്പോൾ 70.3 എന്ന് പറഞ്ഞത് വേറെ നാട്ടിലിറങ്ങിയതുകൊണ്ട് മൈൽസിൽ നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. 70.3 മൈൽസ് ആണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ഇതൊരു ട്രയത്ലോൺ ആണ്. 3 എൻഡ്യൂറൻസ് സ്പോർട്സ്, അതായത് 3ഉം നമ്മളെ കാർഡിയോ ചെയ്യാന്ന് പറയില്ലേ, നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ കാർഡിയോ ചെയ്യുക. അപ്പോൾ 3 കാർഡിയോ സ്പോർട്സ് ആണ് ഇതിലുള്ളത്. അതിലാദ്യമായിട്ട് സ്വിമ്മിങ്, നേരത്തെ പറഞ്ഞ പോലെ കടലിൽ 1.9 കിലോമീറ്റർ സ്വിമ്മിങ് ചെയ്യണം. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി കരയിൽ വരിക, 90 കിലോമീറ്റേഴ്സ് സൈക്കിൾ ചെയ്യുക, തിരിച്ചു വന്നിട്ട് നമ്മൾ 21 കിലോമീറ്റേഴ്സ്, അതായത് ഒരു ഹാഫ് മാരത്തോൺ റൺ ചെയ്യുക. ഇതെല്ലാം എല്ലാത്തിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ്സ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ഒരു 8.5 മണിക്കൂറിൽ ചെയ്തു തീർക്കുക. അതാണ് ഈ ചാലഞ്ച്. 8.5 മണിക്കൂറിൽ. ഇതെവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ? ഇന്ത്യയിൽ ഗോവയിൽ മാത്രമേ നടക്കുള്ളൂ. വേറെ കുറേ കൺട്രീസിൽ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഗോവയിലാണ് നടക്കുന്നത്. അത് 5th എഡിഷനാണ് അവരിപ്പോൾ നടത്തിയത്. ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണല്ലേ പങ്കെടുക്കുന്നവർ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക. എത്രാമത്തെ പൊസിഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? പൊസിഷൻ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല. കാരണം ഈ സ്പോർട്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, എന്താ പറയുക, ഹാഫ് മാരത്തോൺ റണ്ണിങ് ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് സൈക്ലിങ്ങിലാണെങ്കിലും എൻ്റെ കോച്ച് എൻ്റെ അടുത്ത് എപ്പോഴും പറയണത് നമ്മൾ ഇന്നലത്തേനേക്കാട്ടിൽ ഇന്ന് ബെറ്റർ ആയോ എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കമ്പയർ ചെയ്ത് തുടങ്ങി നമ്മൾ ഭയങ്കര ഡൗൺ ആവും. ബിക്കോസ് ഫുൾ ടൈം അത്ലീറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കും. അതായത് ഫസ്റ്റ് എൻ്റെ കോച്ച് എന്നെ ഫിനിഷ് ചെയ്തത് 5.5 മണിക്കൂറിലാണ്. ഈ വർഷം തന്നെ ഫുൾ ടൈം ട്രയത്ലീറ്റ് ആണ്. ടിം ശർമ്മ എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂരിലുള്ള ലേഡിയാണ്. സോ അങ്ങനെ നോക്കിയാൽ നമ്മൾ എവിടെ എത്തില്ല. ഞാൻ എന്താ പറയുക, അനങ്ങാതിരുന്ന് 3 കൊല്ലം മുമ്പ് കൗച്ച് ടു ട്രയത്ലോൺ ഇൻ 3.5 years ആണ് ഞാൻ എൻ്റെ റാങ്കിങ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ വിത്തിൻ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത്. എവിടെയാണ് വർക്ക് ചെയ്യണത് ശരിക്കും? ഞാൻ ട്രിവാൻഡ്രത്ത് പാലിയം ഇന്ത്യ എന്ന് പറഞ്ഞൊരു NGO ഉണ്ട്, പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അവിടെയാണ് ഞാൻ അവിടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അവിടെയാണ് ജോലി. എപ്പോഴും ചാലഞ്ചിങ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ പ്രയോറിറ്റി ആണ് എല്ലാത്തിനും അല്ലേ. നമുക്ക് ഇന്നത് വേണം, നമുക്ക് സിനിമയ്ക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ സമയം കണ്ടെത്തി സിനിമയ്ക്ക് പോകും. അല്ലെങ്കിൽ നമുക്കൊരു പിസ്സ കഴിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ടൈമും ഷോപ്പൊക്കെ കണ്ടെത്തി പോകും. അപ്പം ഇത് വേണമെന്ന് വെച്ചാൽ നടക്കും എന്നുള്ളതാണ്. അല്ല, ഇപ്പം ശ്രീദേവി പണ്ടേ ഒരു സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണോ? ഇത് മുന്നേ പ്രാക്ടീസ് ഒക്കെ ഉള്ള ഒരാളാണോ? അത് പെട്ടെന്ന് എപ്പോഴെങ്കിലും ഓക്കെ എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നതാണോ? എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തലയിൽ തേങ്ങ വീണ് വന്ന ഒരു ഐഡിയ ആയിരിക്കണം. എനിക്ക് 3 വർഷം മുമ്പ് വരെ സ്പോർട്സായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് ആൾക്കാർ ഈ സ്പോർട്സ് ഡേക്ക് എന്താ ചെയ്യണേ സ്കൂളിൽ നിന്ന് പോലും, സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അന്ന് വീട്ടിലിരിക്കാനുള്ള ദിവസമാണ്. അതിൻ്റെ ഉള്ളിൽ ഇവന്റ് എന്താന്ന് പോലും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓടുന്നതൊക്കെ ഇമാജിൻ ചെയ്യാൻ പോലും. ഞാൻ ഡാൻസർ ആയിരുന്നു, പക്ഷെ സ്പോർട്സ് എനിക്കൊട്ടും
ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ 2022 മുതലാണ് ഞാൻ ആക്ച്വലി എന്തെങ്കിലും സ്പോർട്സ് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്തു തുടങ്ങിയത്. അതെ. അപ്പം വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും 10-39 വയസ്സിൽ തുടങ്ങിയ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അല്ല, പക്ഷേ എന്നാലും ഇതിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ സ്പോർട്സിന്റെ മേഖലയിലേക്ക് വരണം എന്ന് തോന്നാനുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ, റീസൺ എന്തായിരുന്നു? എനിക്ക് എൻ്റെ നീ ജോയിൻറ്റിന് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. അതൊരു ഞാൻ ഡാൻസർ ആയിരുന്നു. അപ്പം 28 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം മുട്ടിന് നല്ല ഡീജനറേഷൻ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു grade 3 ഡീജനറേഷൻ ഉണ്ട്, അപ്പോൾ ഇനി ഒന്നും ചെയ്യണ്ട. അപ്പോൾ വേദന കാരണം ഒന്നും ചെയ്യാതെ ഇരുന്ന് നല്ല വണ്ണമൊക്കെ വെച്ചപ്പോൾ എനിക്ക് കോസ്മെറ്റിക് ഇഷ്യൂവിനെക്കാട്ടിലും ഫങ്ഷണൽ ഇഷ്യൂ ആയിരുന്നു. അതായത് പടി കയറുമ്പം മുട്ട് വേദനിക്കുന്നു, പലതും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല, ക്ലോത്ത്സ് ഒന്നും ഫിറ്റ് ആവണില്ല. അപ്പോൾ അത് എനിക്കൊരു ഹെൽത്തി കാര്യമല്ല എന്ന് തോന്നിയിരുന്നു. അപ്പോഴും ഓടണം എന്ന് എൻ്റെ മനസ്സിൻ്റെ ഏഴായാലത്ത് പോലും ഇല്ല. പിന്നെ കുറേ പേര് ട്രിവാൻഡ്രത്ത് ഐറ്റൻ റണ്ണേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റിയിൽ ഞാൻ നടക്കാൻ പോകുമ്പോൾ കുറേ ലേഡീസ് ഇങ്ങനെ ഓടുന്നത് കാണാം. അപ്പോൾ എന്നെക്കാട്ടിലും പ്രായമുള്ള 60 വയസ്സുള്ള ലേഡീസൊക്കെ ഉണ്ട്. എല്ലാവരും സ്മാർട്ടായിട്ട് രാവിലെ 5:30 ഓടുന്നു. ഇവർക്കൊക്കെ ഓടാമെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഓടാൻ പറ്റും. അപ്പോൾ അവരെ ഞാൻ നോക്കി നിൽക്കാറുണ്ട്, പക്ഷെ ഞാൻ ഓടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത്. അതും മെയിൻലി എൻ്റെ മുട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അത് വെയിറ്റ് റിഡക്ഷനും അല്ലായിരുന്നു ഉദ്ദേശം. മുട്ടിലേക്കുള്ള സർക്കുലേഷൻ കൂടുമ്പോൾ ഡീജനറേഷൻ കുറച്ച് കുറയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് പിന്നെ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു, ഒന്നിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഇതിങ്ങനെ ഒരു അയൺമാൻ ചാലഞ്ചിലേക്ക് അല്ലെങ്കിൽ 70.3 എന്നുള്ള ആ ഒരു ചാലഞ്ചിലേക്ക് എങ്ങനെയാ പിന്നെ ഡൈവേർട്ടായി വന്നേ? റണ്ണിങ് ക്ലബ്ബിൽ എപ്പോഴും ഈ റണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കുകളാണല്ലോ മൊത്തം. അടുത്ത റൺ എവിടെയാണ്, മാരത്തോൺസ് എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ റണ്ണിങ്ങിൻ്റെ ക്രോസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ, റണ്ണിങ് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സൈക്കിൾ ചെയ്യും. ലെഗ്സ് ബിക്കം സ്ട്രോങ്ങർ. അപ്പോൾ അത് റണ്ണിങ്ങിന് ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട് സൈക്ലിങ്ങും റണ്ണിങ്ങും ചെയ്യണത്. അപ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കോച്ച് എന്ന് പറയാൻ പറ്റില്ല, ഇൻഫോർമൽ കോച്ച്, പ്രൊഫഷണൽ കോച്ച് അല്ല, രാജ് കാലടി പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അയൺമാൻ 70.3 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാർട്ടൂണിൽ അയൺമാനെ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതാണ്. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ചു സ്വിമ്മിങ് എന്തായാലും എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല, കാരണം എനിക്ക് വെള്ളം പേടിയാണ്, ആ വഴിക്ക് ഞാനില്ല എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അത് വിട്ടു. പക്ഷേ അത് പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത കൊല്ലം ഞാനും കൂടെ അങ്ങോട്ട് ചെയ്തേക്കാം. സ്വിമ്മിങ് അറിയില്ലാന്നല്ലേ പറഞ്ഞേ? സ്വിമ്മിങ് അറിയില്ല എന്ന് മാത്രമല്ല വെള്ളം ഭയങ്കര പേടിയാണ്. പിന്നെ ഇങ്ങനെ അതിലേക്ക് ഇതൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കുളത്തിൽ നീന്തണതല്ലല്ലോ, ഇതൊരു പ്രത്യേകിച്ച് കടലിൽ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ധൈര്യം വന്നേ? സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അയൺമാൻ കംപ്ലീറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ കടലിൽ നീന്തി തീർത്തു എന്നുള്ളതാണ്. അതിൽ ഞാനിത് എക്സാജറേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി പറയല്ല, പക്ഷേ കുഞ്ഞിലെ മുതൽ എനിക്ക് തലയിൽ വെള്ളം, മുഖത്ത് വെള്ളം വീഴുന്നൊക്കെ ഭയങ്കര പാനിക്കാണ്. മുഖത്ത് വെള്ളം വീണാൽ ഞാൻ ഇറങ്ങി ഓടും ബാത്റൂമിൽ നിന്ന്. കുളത്തിൽ എൻ്റെ അമ്മയുടെ നാട് പാലക്കാട്, അപ്പോൾ ഇഷ്ടം പോലെ കുളങ്ങളാണ് വീടിന് ചുറ്റും. കുളത്തിൽ പോകുമ്പോൾ ബക്കറ്റും മഗ്ഗൊക്കെ എടുത്ത് എല്ലാവരും കുളിക്കുമ്പോൾ ഞാൻ കപ്പിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്ന ആളായിരുന്നു. അപ്പോൾ സ്വിമ്മിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് അയൺമാൻ എൻ്റെ തലയിൽ ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു സ്വിമ്മിങ് പഠിക്കണത് നല്ലതായിരിക്കും, എനിക്ക് ആസ്മ ഉണ്ട്, അപ്പോൾ ഇത് ചിലപ്പോൾ ലങ് ഹെൽത്തിനൊക്കെ നല്ലതായിരിക്കും, ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ പൂളിൽ ഒരു 4 അടി പൂൾ ആദ്യം ആലോചിച്ചത് സിറ്റിയിൽ ഏറ്റവും ഡെപ്ത് കുറഞ്ഞ പൂൾ ഏതാണെന്ന് എല്ലായിടത്തും ഓടി നടന്ന് ചോദിച്ചു. അപ്പോൾ 4 അടി ഡെപ്തുള്ള ചെറിയൊരു പൂളുണ്ടായിരുന്നു. അവിടെ ഞാനും പിന്നെ 2-3 വയസ്സുള്ള കുറേ കുട്ടികളും മാത്രമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വന്നു, കാരണം ഈ 4 അടിയിൽ ഞാൻ തലകുത്തി വീണാൽ മുങ്ങി മരിക്കുമോ എന്നൊക്കെയുള്ള പേടി. മുങ്ങി മരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു ആ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ. പിന്നെ അവിടുന്ന് മെല്ലെ അവിടുന്ന് എനിക്കൊരു സ്വിമ്മിങ് കോച്ചിനെ കിട്ടി. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് വരികയാണെങ്കിൽ ഈ ഫിയറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. മഴയാണെങ്കിലും ഇടിവെട്ടി മഴയാണെങ്കിലും ഞാൻ ആ പറയുന്ന സമയത്ത് പൂളിൽ പോകും. അത് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതിൽ നമ്മൾ കൊച്ചു ഇമ്പ്രൂവ്മെൻറ്റ് ഡെയിലി വന്ന് പക്ഷെ അപ്പോഴും കടലൊരു പ്രശ്നമാണ്. സ്വിമ്മിംഗ് പൂളിൽ നമ്മളെ പൂളാണ്, ലൈൻ കാണാം, വര കാണാം, അവിടെ തലപൊക്കി നോക്കിയ സ്ഥലം കാണാം. പക്ഷേ കടൽ അപ്പോഴും പേടിയായിരുന്നു. അത് മാറ്റാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഒരു ഡൈവിംഗ് സർട്ടിഫിക്കേഷന് പോയി. കടലിൽ എന്താ സംഭവം എന്ന് അറിയണമല്ലോ. കടൽ ഫാളിങ് ഇൻ ലവ് വിത്ത് സീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡൈവിങ്ങിന് പോയപ്പോൾ എൻ്റെ അടിയിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇത് ഒരു ഭയങ്കര സംഭവമാണെന്നുള്ള തിരിച്ചറിവ് കിട്ടിയത് അവിടെ. എവിടുന്നാണ് ഡൈവിങ്ങിനൊക്കെ കോച്ചിങ്ങിന് പോയത്? ഞാൻ സർട്ടിഫിക്കേഷൻ ചെയ്തത് ഗോവയിൽ ഒരു ഡൈവിംഗ് കമ്പനിയുടെ കൂടെയായിരുന്നു. അഡ്വാൻസ് സർട്ടിഫിക്കേഷനും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇന്തോനേഷ്യയിൽ ഒരു 1 വീക്ക് ഡൈവിന് പോയി. അപ്പോൾ ഈ അതിൻ്റെ അടിയിലത്തുള്ള ഒരു കാഴ്ച ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ
എന്താ പറയാ, ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് എന്തൊക്കെയോ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഇതിന്റെ അടിയിൽ ഇത്രയും സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ കടലിനോട് ചെറിയൊരു പേടി മാറിയിട്ട് കുറച്ചൊരു പേടി ഇപ്പോഴും മാറിയിട്ടില്ല. പേടി വെച്ചോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, പേടി മാറിയിട്ട് കടലിൽ ഇറങ്ങാം എന്നുള്ളൊരു പാകത്തിലാവാൻ എത്ര സമയം എടുത്തു? ഞാൻ ഒരു 1 ഇയറിന്റെ അടുത്ത് എന്തായാലും എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഞാൻ വൈപ്പിനിലാണ് പ്രാക്ടീസിന് വരാറ്. ഡോൾഫിൻ സീ സ്വിമ്മേഴ്സ് എന്ന് പറഞ്ഞൊരു സീ സ്വിമ്മേഴ്സ് ഉണ്ട്. അവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എൻ്റെ അനിയത്തി അത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകും, തിര വരുമ്പോൾ ഞാൻ ഓടി തിരിച്ചു കയറും. പിന്നെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ അയൺമാനാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ പേടികളൊക്കെ അവിടെ ഇറങ്ങിയിരുന്നത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ എന്നാലും നീന്തലിൽ ഭയങ്കര ഒരു പ്രാക്ടീസ് ആയിട്ടല്ലേ അയൺമാൻ ചാലഞ്ചിനൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. റൈറ്റ്. ഞാൻ 2 കിലോമീറ്റർ സ്വിമ്മിംഗ് പൂളിൽ കോൺഫിഡൻ്റ്ലി ഇത്ര ടൈമിൽ നീന്തി കഴിഞ്ഞതിന് ശേഷമാണ് സീല് വന്നത്. അപ്പം നീന്തലിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സീ ആയിരുന്നു പേടി. പിന്നെ ഒരു ഇവന്റ് എന്ന് പറയുമ്പം ഈ ഇവന്റിന് ഓൾമോസ്റ്റ് ഒരു റിലേയും കൂടെ കൂട്ടി 1000+ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇവരെല്ലാവരും കടലിലുണ്ട്. ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങും. 6 പേരെ വെച്ച് ഒരു 6-8 പേരെ വെച്ച് എല്ലാ 5 സെക്കൻഡ്സിലും റിലീസ് ചെയ്യും. എന്നാലും നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു 10-50 പേര് എന്തായാലും ഉണ്ടാവും. എന്റെ പേടി അതായിരുന്നു, ഒരു തട്ട് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും. പിന്നെ ഗോവയിൽ നിറച്ച് ജെല്ലി ഫിഷും ഉണ്ട്. അപ്പം അത് സാമാന്യം നല്ല വേദന എടുക്കും സ്റ്റിങ് ചെയ്ത്. അപ്പം നമ്മൾക്ക് വേദനയുടെ പ്രശ്നമില്ല. നമ്മൾ ഈ സ്വിമ്മിങ്, കടല്, തിരക്ക്, അതിൻ്റെ ഇടയിൽ ഒരു ജെല്ലി ഫിഷ്, അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ 2-3 പ്രാവശ്യം സീല് സ്വിം ചെയ്തപ്പം നല്ല രസമായിട്ട് തോന്നി. ചിലപ്പോൾ ഞാൻ പോയ ദിവസം നല്ലതായിരിക്കും, എന്നാലും വൈപ്പിനിലെ ബീച്ചൊക്കെ ഭയങ്കര കാമായിരുന്നു, ഭയങ്കര മെഡി. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. എന്നാലും പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഇറങ്ങാൻ പറഞ്ഞാലും പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഇറങ്ങും. അത്ര 1.9 കിലോമീറ്റർ അല്ലേ കടലിൽ നീന്തണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പോവേണ്ടത് ഏത് വരെയാണ്, അതിൻ്റെ ഒരു പോയിട്ട് തിരിച്ചു വരുന്ന ഡയറക്ഷൻ, ഇതൊക്കെ എങ്ങനെയാണ് അവർ ഇൻസ്ട്രക്ട് ചെയ്യണത്? അത് ഓൾറെഡി നമുക്കൊരു മാപ്പ് തരും. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു, ഒരു മാപ്പ് ഇത്രയും വലിയ കടലിൽ ഈ മാപ്പ് എവിടേക്കാ നോക്കണ്ടേന്ന് എങ്ങനെയാ മനസ്സിലാവുക? അപ്പം ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ രാജ് അയൺമാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയി. ഇതെന്താ കാര്യം എന്നൊന്നും അറിയണമല്ലോ, ഇതെങ്ങനെയാണ് മനുഷ്യർ ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ ആക്ച്വലി അവർ വലിയ ഒരു എയർ ബോയി ഡയറക്ഷന് വേണ്ടി വെച്ചിട്ടുണ്ടാവും. 4 വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എക്സ്ട്രാ സ്കില്ലും കൂടെ വേണം. നമ്മൾ നീന്തി വല്ലോടത്തേക്കും പോകരുത്. ഈ ബോയിനെ സൈറ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറേ ഡിസ്റ്റൻസ് ഇപ്പം എൻ്റെ കൂടെയുള്ള 1-2 പേര് കുറച്ച് ദൂരേക്കൊക്കെ പോയി. അപ്പോൾ പിന്നെ അവിടെ കയാക്കിലൊക്കെ ആൾക്കാരുണ്ടാവും, അവർ വിളിച്ച് തിരിച്ചു വിട്ടു. ഇവിടെയൊന്നും അല്ല, അവിടെയാണ്, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് ആ സ്കില്ലും കൂടെ വേണം. അത് നമുക്ക് പൂളിൽ ആവശ്യം വരുന്നില്ല. നമുക്ക് പൂള് സ്ട്രെയിറ്റ് പോകണു, തിരിച്ചു വരണം. അപ്പം അവർ ബോയ് വെക്കും, പക്ഷെ അതിൽ നോക്കി ആ ഡയറക്ഷനിലേക്ക് പോകാനുള്ളൊരു സ്കില്ലും കൂടെ വേണം. ഈ ഭൂമിയിൽ കാലുറച്ചു വെച്ചിട്ടുള്ള കസർത്ത് പിന്നെയും ഓക്കെ, പക്ഷെ ഈ 1.9 കിലോമീറ്റർ സ്വിം ചെയ്ത് തിരിച്ച് കരയെ കയറിയപ്പോഴത്തെ ഒരു ഫീൽ എന്തായിരുന്നു? എനിക്ക് എപ്പോഴും എൻ്റെ ചാലഞ്ച് സ്വിമ്മായിരുന്നു. ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ പാനിക് ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോകും. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളൊരു പിക്ചർ. പിന്നെയും 1 hour 10 minutes കട്ട് ഓഫ് ഉണ്ട്. ഈസിലി അത് തീർക്കാം എന്ന് എൻ്റെ കോച്ച് എൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. 1 hour 10 minutes കട്ട് ഓഫ് ഉണ്ട്. അത് എക്സീഡ് ചെയ്ത് അപ്പം തന്നെ അവർ വീട്ടിലേക്ക് വിടും. അപ്പം എൻ്റെ കോച്ച് പറയുന്നുണ്ട്, ഇല്ല അത് എന്തായാലും എത്തും എന്ന്. പക്ഷെ എനിക്ക് അതൊരു വിശ്വാസമേ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, എന്തായാലും ലേറ്റ് ആവും, പിന്നെ വീട്ടിൽ പോവാം, നേരത്തെ എല്ലാം തീർത്ത് പോവാം. പക്ഷേ അത് ആ സ്വിമ്മിങ് കഴിഞ്ഞ് എന്താ പറയുക, എൻഡിലെത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാച്ചിൽ നോക്കി ഞാൻ എത്ര സമയം എടുത്തു എന്ന് നോക്കുമ്പോൾ 54 minutes ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉറക്കെ ചിരിച്ചു. അത് കറക്റ്റായിട്ടൊരു ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ചിരിയാണ്. വെച്ചാൽ എനിക്കറിയാം സ്വിമ്മ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പിടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സ്വിമ്മ് കഴിഞ്ഞ് കിട്ടിയാൽ ഇപ്പോൾ തലേ ദിവസം എൻ്റെ 1-2 അയൺമാൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, വൺസ് യു ഫിനിഷ് ദ സ്വിം ദെൻ യു ആർ ദ ഫിനിഷർ. അതിൽ ഡൗട്ടേ വേണ്ട. സോ ഫോക്കസ് ഓൺ സ്വിം, പാനിക് ചെയ്യാനേ പാടില്ല. അതൊരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു വിക്ടറി ഫീൽ ചെയ്തിട്ടുള്ളത് ആ സ്വിം ലെഗ് കഴിഞ്ഞതോടുകൂടി. ആ ഹോൾ അത് കഴിഞ്ഞ് നമുക്കൊരു 1 kilometer നടന്നിട്ട് വേണം നമ്മുടെ ബൈക്ക് എടുക്കാനും റെഡി ആവാനും അടുത്ത് തുടങ്ങാൻ. ആ 1 kilometer ഞാൻ കരഞ്ഞോണ്ടാണ് ഓടിയത്. കരഞ്ഞും ചിരിക്കലാണോ കരയിലാണോ എന്താ ഒരു ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷ് ആയിരുന്നു സ്വിം കഴിഞ്ഞപ്പോൾ. ബ്യൂട്ടിഫുൾ. അയ്യോ, ശരിക്കും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ സ്വിം ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ 1.9 കിലോമീറ്റർ കവർ ചെയ്യുന്ന ആ ടൈമിൽ തളർന്നു പോകുന്നില്ലേ, ക്ഷീണിക്കില്ലേ, കയ്യും കാലൊക്കെ കുഴയില്ലേ? അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എങ്ങനെയായി നമ്മളെ ഒന്ന് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടോ? സ്വിമ്മിങ്ങിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് പല പ്രാവശ്യം സ്വിം ചെയ്തിട്ടാണ് കടലിലേക്ക് പോകുന്നത്. എനിക്ക്
മനസ്സിലായത് പൂളിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആണ് സീ. കാരണം ഉപ്പുവെള്ളമല്ലേ, അപ്പം നമ്മുടെ ബോയൻസി കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ നമുക്ക് വലിയൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് സീയിൽ സ്വിം ചെയ്യുന്നത്. പിന്നെ പിടിച്ചു നിർത്താൻ ഇത് ചെയ്തല്ലേ പറ്റൂ. അതെ, അത്രേ ഉള്ളൂ. തിരിച്ച് എന്തായാലും ഇറങ്ങി. ഇനിയിപ്പോൾ അത് എങ്ങനെയെങ്കിലും സമയത്തിന് തീർത്തേ പറ്റൂ എന്നുള്ളത് അതിനകത്തുള്ളൂ. നമുക്ക് തളർച്ച തോന്നും, ഇല്ലാതെ ഇല്ല. ഒരു ആദ്യത്തെ ഒരു 700 മീറ്റേഴ്സൊക്കെ എത്തുമ്പോൾ ഈ ബോയി അങ്ങോട്ട് നീങ്ങി പോകുന്ന പോലെ തോന്നും. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതോറും അത് എങ്ങോട്ടോ പോകുന്ന പോലെ. പിന്നെയും അത് ശരിക്കും ഈ ഇവന്റ് എന്ന് പറയുന്നത് 90% മെന്റൽ ഗെയിമാണ്. 90% മെന്റലാണ്. നമ്മൾ ബോഡീനെ നമ്മൾ പ്രിപ്പയർ എത്ര ചെയ്താലും മെന്റലി നമ്മൾ അവിടെ പാനിക് ചെയ്താൽ പോയി. ഞാൻ സ്വിം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ആദ്യത്തെ 100 മീറ്റേഴ്സിൽ ഒരു പയ്യൻ പാനിക് ചെയ്ത് വെള്ളത്തിൽ പൊങ്ങുന്നു ഹെൽപ്പ് എന്ന് പറഞ്ഞ് സ്ക്രീം ചെയ്യുന്നു. ഒരു ഡേഞ്ചറും ഇല്ല അവിടെ, അത്ര ഡീപ്പിലല്ല അവൻ നിൽക്കണേ. പക്ഷേ ജസ്റ്റ് പാനിക് ചെയ്തു. നമ്മൾ മനസ്സ് കൈവിട്ട് പോയാൽ പിന്നെ പോയി. ഇതെല്ലാത്തിലും, ഈവൻ സൈക്ലിങ്ങിലാണെങ്കിലും റണ്ണിങ്ങിലാണെങ്കിലും ക്ഷീണിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അങ്ങോട്ട്, ബ്രെയിനാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, പക്ഷെ മെന്റൽ ഗെയിമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പൊ കടലിന്റെ സ്വഭാവം പൊതുവെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ലേ പറയാ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങാൻ കടൽ ഭയങ്കര മോശമായിട്ട് ആ സമയത്ത് റിയാക്ട്, അല്ലെങ്കിൽ അത്തരമുള്ളൊരു കടലല്ലേ അത്? എങ്ങനെയല്ല, ആ ബീച്ച് ഒരു ബേ പോലത്തെ ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ ജനറലി കാമാണ്. അതുകൊണ്ടാണ് ഇത് വേറെ സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നടത്താൻ പറ്റാത്തത്. ബിക്കോസ് കടല് നല്ല സ്വിമ്മബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. പിന്നെ അവിടുന്ന് സൈക്ലിംഗ് റൂട്ട്, ഇത്രയും റൂട്ട് എന്ന് വെച്ചാൽ ഫുൾ ട്രാഫിക് ബ്ലോക്കാണ് അവിടെ. അന്ന് ഇത് മാത്രമേ ഉള്ളൂ ചെയ്യാം. ഇതൊന്നും അല്ലാത്തൊരു റണ്ണിങ് റൂട്ടും വേണം. ഇത് തമ്മിൽ ക്ലാഷ് ആവാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അതാണ് ആ ബീച്ച്, ആ സീ അങ്ങനത്തെ ഒരു സീ ആണ്. പിന്നെ ആ അഡ്വേഴ്സ് ഇവൻറ്റ്സ് എവിടെ വേണമെങ്കിൽ വരാം. അപ്പോൾ അവർ ആക്ച്വലി ഇവൻ്റേ ക്യാൻസൽ ചെയ്യും. ഒരാൾക്ക് ചോപ്പി വിൻഡൊക്കെ ആണെങ്കിൽ അവർ ഇവൻ്റ് എന്തായാലും നടത്തും. എന്തായാലും ചോപ്പി വാട്ടർ ആണെങ്കിലും ആൾക്കാർ സ്വിം ചെയ്യണമെങ്കിൽ ഇവന്റ് ഓൺ ആണ്. സ്വിമ്മിംഗ് കഴിഞ്ഞ അടുത്ത് ചെയ്യുന്നത് സൈക്ലിംഗ് ആണ്. ഓക്കെ, അത് എത്ര കിലോമീറ്റർ ആയിരുന്നു? അത് 90 കിലോമീറ്റർ. അതിന്റെ ഒരു കട്ട് ഓഫ് ടൈം എപ്പോഴാണ്? അത് 4.5 hours. 90 കിലോമീറ്റർ. എത്ര സമയം കൊണ്ട് പറ്റി? ഞാൻ 4 താഴെ തീർത്തു. അത് സത്യം പറഞ്ഞാൽ ഈ സ്വിമ്മിങ്ങിന്റെ ഒരു ഹൈയിൽ ഞാൻ ആസ്വദിച്ച് 3.5 മണിക്കൂർ തീർക്കാനുള്ളതായിരുന്നു. എൻ്റെ പ്രാക്ടീസിന്റെ സമയത്തൊക്കെ ഞാൻ 3.5 മണിക്കൂർ 3:40 തീർക്കുമായിരുന്നു. അപ്പോൾ ഇവന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഫാസ്റ്ററായിട്ട് തീർക്കേണ്ടതാണ്. പക്ഷേ സ്വിം കഴിഞ്ഞതിൻ്റെ ഒരു ഹൈ അങ്ങോട്ട് മാറിയില്ലായിരുന്നു എനിക്ക്. അപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോഴും ഞാനതിങ്ങനെ ആലോചിക്കുക, ഞാനതിൻ്റെ പാട്ടെല്ലാം പാടി ഒക്കെ. അത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടൈം നോക്കിയപ്പോൾ അയ്യോ ഞാൻ എന്താ ഇത്രയും നേരം ചെയ്തു. പിന്നെ 4 മണിക്കൂറിൽ താഴെ തീർത്തു. സമയം ഉണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. ഇൻ ബിറ്റ്വീൻ സൈക്കിൾ ഓടിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും റിഫ്രഷ്മെന്റോ കാര്യങ്ങളോ ഉണ്ട്? ഈവൻ സ്വിമ്മിന് മുമ്പ്, സ്വിമ്മിന് ശേഷം, അത് സൈക്ലിങ്ങിന്റെ എല്ലാ 15 കിലോമീറ്റേഴ്സിലും അവർ 8 സ്റ്റേഷൻസ് ഉണ്ട്. ഓൺ ദ ഗോ ആണ്, നമ്മൾ നിർത്തില്ല. ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ വെള്ളവും ഇലക്ട്രോലൈറ്റ്സ്, പഴം, ചോക്ലേറ്റ്സ്, ന്യൂട്രീഷൻ ബാർ എല്ലാം കിട്ടും ആ സമയത്ത്. പിന്നെ നമ്മൾ നമ്മുടെ ഓൺ സാധനങ്ങളും ക്യാരി ചെയ്യും സൈക്കിളിൽ. ബിക്കോസ് നമ്മൾ പുതിയൊരു സാധനം അന്ന് ട്രൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വയറിന് ശരിയായില്ലെങ്കിൽ പിന്നെ അതാവാൻ പ്രശ്നം. അപ്പം എല്ലാ ന്യൂട്രീഷനും ഓൺ ദ ഗോ ആണ്. ജെൽ ഫോമിലും വാട്ടറി ഫോമാണ് എല്ലാം. ബൈറ്റബിൾ ഫോം ഉള്ളത് പിന്നെ ഒരു 8-8.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് എത്ര സമയം കൊണ്ട് തീർക്കണമായിരുന്നു? റണ്ണിങ്ങിന് പിന്നെ കട്ട് ഓഫ് ഇല്ല. ബിക്കോസ് 4.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയുള്ള ടൈം എപ്പോഴാന്ന് വെച്ചാൽ തീർത്താൽ മതി. ടോട്ടൽ ടൈമിന്റെ ഉള്ളിൽ തീർക്കണം. റണ്ണ് ഇതിന്റെയൊക്കെ ചാലഞ്ച് ഗോവ എന്ന് പറയുമ്പോൾ കോസ്റ്റൽ ഏരിയ ആണ്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ അതേ ഹ്യൂമിഡിറ്റിയും ചൂടുമാണ്. ചൂട്. അപ്പം ഞങ്ങളൊക്കെ സൈക്കിൾ ഇത് തുടങ്ങുന്നത് 7 o'clock. നമ്മൾ സൈക്കിൾ ചെയ്യുമ്പം നമ്മുടെ തലയുടെ മുകളിൽ തന്നെ സൂര്യൻ ഉദിച്ച് നിൽക്കുക. റൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പുക പോണത് കാണാം ചൂടായിട്ട്. പക്ഷെ സപ്പോർട്ടുകളൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഈ 3 സ്പോർട്ട് അല്ലാതെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസിഷൻ എന്ന് പറയും. സ്വിമ്മിൽ നിന്ന് സൈക്കിളിലേക്ക് ട്രാൻസിഷൻ ചെയ്യാം. നമ്മുടെ ബോഡി ഒരു മണിക്കൂർ ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെള്ളത്തിൽ കിടക്കുക. പിന്നെ നമ്മൾ എണീറ്റ് ഓടണം. കുറച്ച് സമയം എടുക്കും ആ പൊസിഷൻ നമ്മളൊന്ന് ആടിയിട്ടൊക്കെയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. മാത്രമല്ല ഈ സ്വിമ്മിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി സൈക്ലിങ്ങിന്റെ ഹെൽമെറ്റ് വേണം, സൈക്ലിങ്ങിന് സ്പെസിഫിക് ഷൂസ്, അതൊക്കെ ചേഞ്ചും ചെയ്യും. അതും ഈ ടൈമിൽ 8.5 മണിക്കൂറിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പ്ലാനിങ്ങും പ്രാക്ടീസും ഇല്ലെങ്കിൽ ഒരു സോക്സ് എടുക്കാൻ മറന്നാൽ കഴിഞ്ഞില്ലേ, മൊത്തം ഇവന്റ് പോയി അല്ലേ. ഒരു എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ മറന്നാൽ പിന്നെ നമ്മൾ ഇവന്റ് പോവും. അപ്പോൾ ഈ ട്രാൻസിഷൻ ടൈമും ആ പീരീഡും ഒക്കെ ഭയങ്കര, അതും ഈ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. എല്ലാവരും 3 സ്പോർട്ടിനെ കുറിച്ചാണ് പറയുക. പക്ഷെ ട്രാൻസിഷനും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കഴിക്കുന്നു കുടിക്കുന്നു എന്നുള്ളതും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് വീട്ടിലെ ആരെങ്കിലും ഒക്കെ കാണാനുണ്ടായിരുന്നു? അതോ അവരൊക്കെ
നീ എന്താണ് വിൻ ചെയ്ത് വരുമോ എന്നുള്ള ആകാംക്ഷയായിട്ട് ഇവിടെ കാത്തുനിന്നവരാണ്? ഇവിടെയാണ് കാരണം അവിടെ വന്നാലും ഈ റോഡ്സ് എല്ലാം ട്രാഫിക് ബ്ലോക്ക്ഡ് ആണ്. അവർക്ക് ഫിനിഷ് കഴിയുമ്പോഴേ ഫിനിഷിംഗ് പോയിന്റിലും അവരെ അകത്തേക്ക് കടത്തില്ല. അപ്പോൾ അവിടെ വന്നാലും അവർക്ക് കാണാൻ എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അൺലെസ് അവരിതിൻ്റെ ഒപ്പം പാരലലി ഓടുക അങ്ങനെയൊക്കെ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അവരുടെ ട്രാക്കർ അവൈലബിൾ ആണ് ഓൺലൈൻ. അപ്പം കുട്ടികൾ രാവിലെ 7 മണി മുതൽ, കുട്ടികളൊക്കെ കൂടുതൽ എൻ്റെ അമ്മയായിരുന്നു ട്രാക്കറും വെച്ചോണ്ടിരുന്നത്. കാരണം അമ്മയുടെ പ്രശ്നം ഞാൻ വെള്ളത്തിലെങ്ങാനും മുങ്ങി പോവോ, ശ്വാസം മുട്ടി വെള്ളത്തിലെങ്ങാനും വല്ലതും പറ്റുമോ എന്നുള്ള വെള്ളമായിരുന്നു. ഇത് എൻ്റെ പേടി എല്ലാവർക്കും അറിയാം. അപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും പറ്റിപ്പോവും. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഈ ആപ്പ് കുറച്ചൊന്ന് സ്ലോ ആവും, അപ്ഡേഷൻ സ്ലോ ആവും. അപ്പോഴേക്കും ടെൻഷൻ, ഇത് എന്തായാലും വെള്ളത്തിൽ മുങ്ങിപ്പോയിണ്ടാവും. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ട്രാക്ക് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങളുടെ 1-2 ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ സൈക്ലിങ്ങിൻ്റെ കോച്ച്, പുള്ളി ഒരു കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അതർവൈസ് ഫാമിലി എല്ലാവരും ഉള്ള ചെയറിങ് ഇവിടെയായിരുന്നു. എൻ്റെ മോന് നമ്മൾ പറയും ഡിഡ് നോട്ട് ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഇത് വരും. ഫിനിഷ് ചെയ്തില്ലെങ്കിൽ അവർ DNF പറയും. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, DNF ആവോ എന്തോ. അപ്പോൾ അപ്പോൾ അവർ ട്രാക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി എന്തായാലും ഇഷ്ടം പോലെ സമയമുണ്ടെന്ന്. അപ്പം ഞാൻ ഫോൺ വിളിച്ചു. കഴിഞ്ഞ ഉടനെ മോനെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു DNF ആയില്ല അല്ലേ. അതായിരുന്നു ആദ്യത്തെ. ഫൈനലി യു ആർ എ 9 man. ഇവര് കുറേ നാളായി ഇതിന്റെ വെപ്രാളം മൊത്തം ഇരുന്ന് കാണുന്നു വീട്ടിലിരുന്നു. അപ്പൊ പിന്നെ ഫൈനലി ഇത് തീർന്നല്ലോ എന്ന് വിചാരിച്ചു. ഇതിന്റെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അതിപ്പോൾ റണ്ണിങ് ആയിക്കോട്ടെ സ്വിമ്മിങ് ആയിക്കോട്ടെ, വീട്ടിൽ ഡെയിലി എങ്ങനെയാണ്, എത്ര മണിക്കൊക്കെ തുടങ്ങും? രാവിലെ 4:30 ആണ് എൻ്റെ യൂഷ്വൽ ടൈം. ചില സമയത്ത് 4 മണിക്ക് എണീക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം രാവിലെ ചെയ്തു വെക്കണം. അവർ 11 years 13 years ആയി. പക്ഷെ കഴിഞ്ഞ 3 years ആയിട്ട് അവരുടെ കാര്യം തന്നെത്താനെ ചെയ്യും. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി. അമ്മയെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർ അലാം വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം എണീറ്റ് എല്ലാത്തിനും ഓരോ പ്ലേസ് ഉണ്ട്. യൂണിഫോം ഇവിടെ ഉണ്ടാവും, ഫുഡ് ഇവിടെ ഉണ്ടാവും. അതൊക്കെ അവർക്ക് അറിയാം. അതൊക്കെ എടുത്ത് പിന്നെ മോളുടെ മുടി കെട്ടലായിരുന്നു. അപ്പോൾ കുറേ നാൾ ഞാൻ മോളുടെ മുടി വളർത്തിയതേ ഇല്ല. പിന്നെ കെട്ടണ പ്രശ്നമില്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു മുടി വളർത്തണമെങ്കിൽ തന്നെത്താനെ കെട്ടുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവരെല്ലാം തന്നെ ചെയ്യും. പക്ഷേ എൻ്റെ ഡേ ഒരു 4:30 സ്റ്റാർട്ട് ചെയ്യും. അന്ന് ചിലപ്പം 2 സ്പോട്ട് ഒരുമിച്ചായിരിക്കും, ബാക്ക് ടു ബാക്ക് ആയിരിക്കും. അതായത് സ്വിം കഴിഞ്ഞിട്ട് റൺ, അല്ലെങ്കിൽ സ്വിം കഴിഞ്ഞിട്ട് സൈക്ലിംഗ്, അല്ലെങ്കിൽ സൈക്ലിംഗ് കഴിഞ്ഞിട്ട് റണ്ണിങ്. ഇതൊക്കെ ലോജിസ്റ്റിക്സ് ആണ്. ഇത് സൈക്കിളെടുത്ത് കാറിലിട്ട് നമുക്ക് റോഡ് കുറച്ച് ദൂരെ പോകേണ്ടി വരും. പിന്നെ ഇതെല്ലാം അവിടെ നിന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ഈ പെണ്ണ് രാവിലെ തന്നെ സൈക്കിളും കാറിലിട്ട്, അതെ 4 ഓട്ടോറിക്ഷക്കാരൊക്കെ ഉണ്ടാവും അവിടെ. വീലിടുന്നു. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ പിടിക്കണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. കാരണം ഇത് സ്ഥിരം കാഴ്ചയാണ്. ഊരുന്നു, പിടിക്കുന്നു, അത് കഴിഞ്ഞ് ഊരുന്നു, പിന്നെ ഓടുന്നു. അത് നട്ടപ്പൊരു വെയിലത്തൊക്കെയാണ് ഓടുന്നത്. പക്ഷെ രാവിലെ അത് കഴിഞ്ഞാൽ രാവിലത്തെ ട്രെയിനിങ് കഴിയും. പിന്നെ ഈവനിങ്ങിൽ ഞാൻ കുറച്ച് സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളിലൊക്കെ 3 days a week ജിമ്മിൽ പോകും. ഇതിൻ്റെ ഇടയിൽ തിരക്ക് കാരണം തൽക്കാലം ഒരു 5 മാസം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് മുങ്ങി. കാരണം കാലിനൊരു റെസ്റ്റ് ഇല്ല. ഇതൊന്നും ഇല്ലാത്തപ്പോൾ ഡാൻസ് ക്ലാസ്സും. ഞാൻ ചോദിച്ചു വേണ്ട, ഇതിപ്പോൾ തൽക്കാലം അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം തീർത്തിട്ട് തുടങ്ങാം. അപ്പം എല്ലാ ദിവസവും ഒരു 3 hours അടുത്ത് 2 hours എന്തായാലും ട്രെയിനിങ്ങിന് പോകും. അത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകണം. അപ്പോൾ അത് 9 മണിക്ക് അവിടെ എത്തണം. അതൊരു പോക്കാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം ഒക്കെ വേഗം കഴിച്ച് ഭയങ്കര വിശപ്പുമായിരിക്കും. പിന്നെ ഒരു ഓട്ടാണ്. ഓഫീസിൽ ചെന്നിരിക്കുമ്പോഴാണ് പിന്നെ ഒന്ന് ശ്വാസം വിട്ട് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് പിന്നെ ബാക്കി പരിപാടി. അല്ല, ചെന്ന് കഴിയുമ്പോഴേ നമ്മുടെ സ്ഥലത്ത് ഇരിക്കുന്നേ, യു ഹാവ് ടു സിറ്റ് സംവെയർ. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ എനിക്ക് കസേരയിൽ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ്, മക്കള്, ഫാമിലി, ജോലി, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാഷൻ കൂടി കൊണ്ടുപോകാന്ന് പറയണത് ഭയങ്കര ഒരു ടാസ്ക് ആണ്. പക്ഷെ സാധ്യമല്ലാത്ത കാര്യമല്ല നമ്മൾ മനസ്സ് വെച്ചാലല്ലേ. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് ശ്രീദേവിനെ തോന്നുന്നത്. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ് കാണുന്ന എല്ലാവർക്കും. എൻ്റെ അടുത്ത് കൂടെയുള്ളവർ ചോദിക്കും രാവിലെ നടക്കുക, സമയമില്ല. പ്രയോറിറ്റിയാണ് അല്ലേ. നമുക്ക് ചിലപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുളിക്കാനും പല്ലേക്കാനും സമയമില്ല, നമ്മൾ ചെയ്യണ്ടല്ലോ, ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതും ഇപ്പം ഞങ്ങൾ ഈ കോച്ചിങ് തുടങ്ങിയപ്പോൾ എൻ്റെ കോച്ച് മഴയാകുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇന്ന് നമ്മൾ റണ്ണിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇതുണ്ടോ, ഇന്ന് രാവിലെ പല്ല് വയ്ക്കുന്നുണ്ടോ, ഉണ്ട്, കഴിക്കുന്നുണ്ടോ, ഉണ്ട്, എന്നാൽ പിന്നെ ഓടണ്ടേ. ശരിയാണ്, അതൊക്കെ ചെയ്യാം. പക്ഷെ മഴയാണെങ്കിൽ എന്താ ഓടിയപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര. അല്ലെങ്കിൽ രാവിലെ ഇറങ്ങി പോകുമ്പോൾ അമ്മ വല്ലപ്പോഴാണ് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ദിവസം രാവിലെ 5 മണിക്ക് നല്ല മഴയായിരിക്കും. അപ്പം എല്ലാവരും കാണാതെ ഷൂസ് എല്ലാം ആയിട്ട് ഇത്രയും മഴയത്ത് എന്തിനാ ഓടുന്നത്. പക്ഷെ അത് പിന്നെ ഒരു കാര്യം, നമ്മൾ കുട്ടിക്കാലത്ത് മഴയത്ത് ഇറങ്ങണം പറയുമ്പോൾ ആരും സമ്മതിച്ചിട്ടില്ല. ഇപ്പം പിന്നെ അതൊന്നും പ്രശ്നമില്ല. എന്നാലും ഈ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അന്നൊരു റെസ്റ്റ് എടുക്കുമോ?
വീക്ക്ലി വൺസ് ഒരു റെസ്റ്റ് ഡേ ഉണ്ട്. മൺഡേസ് ഒന്നും ചെയ്യില്ല. മൺഡേസ് നമ്മുടെ ബോഡിക്ക് ഒരു, പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇരിക്കപ്പുറതില്ലായ്മയുണ്ട് രാവിലെ. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രാവിലെ എണീറ്റിട്ട് ഒരു എം ടി ഫീലിംഗ് ആണ്. അന്നത്തെ ദിവസം എൻ്റെ ഡേ ഡള്ളാണ്. ഓഫീസിൽ പോയാലും എന്തോ ചെയ്യാത്ത പോലെ. മൺഡേസ് ആണ് റെസ്റ്റ് ഡേ. മൺഡേ അപ്പം ജനറലി മൺഡേ ബ്ലൂസ് ഉണ്ടാവും എല്ലാവർക്കും. അതിൻ്റെ കൂടെ പക്ഷെ വീക്ക്ലി വൺസ് ഒരു റിക്കവറി ഉണ്ട്. പിന്നെ തീരെ വയ്യെങ്കിൽ നമ്മൾ ലിസണിങ് ടു ദ ബോഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തീരെ വയ്യാത്തപ്പോൾ ഹീറോയിസം, ചില പോസ്റ്റുകൾ നമ്മൾ കാണും, കൈ ഒടിഞ്ഞു പക്ഷെ ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഇത് ചെയ്തു അത് ചെയ്തു. നമ്മൾ ബോഡീനെ അധികം ടോർച്ചർ ചെയ്യാൻ പാടില്ല. ഒരു ബോഡീനെ കുറച്ച് റെസ്പെക്റ്റും കൂടെ വേണം എന്തായാലും. ഓക്കെ, ഓൾ ടുഗദർ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ അയൺമാൻ ചാലഞ്ചിൽ അത് കംപ്ലീറ്റ് ചെയ്ത് വരിക എന്നുള്ള ആ ഒരു ലക്ഷ്യം, അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ എത്ര കാലമായി? ശരിക്കും മൊത്തം, അതായത് ഫ്രം കൗച്ച് ടു അയൺമാൻ 3.5 years. ലിറ്ററലി ഫ്രം കൗച്ച് ടു അയൺമാൻ. അത് ഭയങ്കര ഏർലിയാണ്. യൂഷ്വലി ആൾക്കാർ ഒരു 5, 6, 7, 8 years ഒക്കെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് ട്രയത്ലോണിലേക്ക് സാധാരണ വരിക. ഇങ്ങനെ ചെയ്താൽ ശരിക്കും ഇഞ്ചുറി ചാൻസസും കൂടുതലാണ്. കാരണം നമ്മൾ പെട്ടെന്നാണ് എല്ലാം പെട്ടെന്ന് അപ്പ് ചെയ്യണത്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ പോയി. അതെ, ഫ്രം 0 to ഇത് എക്സാക്ട്ലി 3.5 years ആണ്. കൺഗ്രാറ്റ്സ് പറയാണ് കേട്ടോ ഞാൻ, ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. എന്താണ് ഇപ്പോൾ അയൺമാൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ അതുക്ക് മേലെ എന്നുള്ളൊരു ചാലഞ്ച് പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ ലൈഫിൽ ഇനി ആഗ്രഹിക്കുന്ന, ഫുൾഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാഷനോ ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അടുത്തതിപ്പോൾ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ റണ്ണിങ് ക്ലബ്ബിലൊക്കെ കുറേ പേര് ഇതിൻ്റെ ഡബിൾ ഡിസ്റ്റൻസ് ഫുൾ അയൺമാൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒബ്വിയസ് ക്വസ്റ്റ്യൻ, എന്താണ് ഇനി ഫുൾ അയൺമാൻ ചെയ്യാൻ പോകുന്നത്? അതെവിടെ നടക്കുക? അവിടെ തന്നെയാണോ? ഇന്ത്യയിലില്ല. അത് ഇന്ത്യയിലില്ല. അത് വിയറ്റ്നാം, മലേഷ്യ ഒക്കെയാണ് നമുക്ക് നിയറസ്റ്റ് പ്ലേസസ് ഉള്ളത്. അത് ഇന്ത്യയിൽ ഇല്ല ആ ചാലഞ്ച്. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഇമാജിനേഷനിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല. പക്ഷെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് ചെയ്തൂടെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എവിടെ, അപ്പോൾ അതാണ് ഇനി അടുത്ത് എന്ന് ഒരു പ്രൊമോഷൻസ് ഐഡിയ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഒന്നും തൽക്കാലം ഏറ്റെടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ അടുത്ത 70.3 ചാലഞ്ചിന് രജിസ്റ്റർ ചെയ്തു ഒരു ദുർബല നിമിഷത്തിൽ. ഇപ്രാവശ്യം ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ശ്രീലങ്കയിൽ കൊളംബോയിൽ അവർ 70.3 ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെയും പോയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്കാണത് സംഭവിച്ചത്. അത് ഫെബ്രുവരിയിൽ സെയിം ഇവന്റ് തന്നെ കൊളംബോയിലാണ് നടക്കുന്നത്. അതിന്റെ പോയിന്റ് എന്താ വെച്ചാൽ ഇത്രയും നമ്മൾ ട്രെയിൻ ചെയ്ത ബോഡി ഈസ് നൗ ഇതിന്റെ എല്ലാത്തിന്റെയും ഫാക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചാലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ എണീറ്റൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരു ഭയങ്കര ഒരാഴ്ച ആക്ച്വലി 2 weeks എങ്കിലും ബോഡിക്ക് റിക്കവറി കൊടുക്കണം ഇത്രയും ഒരു മേജർ ഇത് കഴിയുമ്പോൾ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്ത ആഴ്ച എനിക്ക് രാവിലെ എണീറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. എന്നിട്ട് റണ്ണിങ് റീസ്റ്റാർട്ട് ചെയ്യാം, സൈക്ലിംഗ് റീസ്റ്റാർട്ട്, അപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഒന്നും ചെയ്യുക, അങ്ങനെ ഒരു അർത്ഥമില്ലായ്മ വന്നപ്പോൾ അടുത്ത 70.3 കയറി അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു. അത് ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടില്ല. കാരണം അമ്മ ഇനി കുറച്ച് നാൾ റെസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ വേണം പറയാനായിട്ട്. അല്ല, കേരളത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ വുമൺ ആണോ എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ പാരൻസും അല്ലെങ്കിൽ ഫാമിലി ഉള്ള, പക്ഷെ ജനിച്ചു വളർന്ന പുറത്തുള്ള കുറേ ലേഡീസും ഉണ്ട്. ബിക്കോസ് അവരുടെ പേര് കാണുമ്പോൾ നമ്മൾ ഇവൻറ്റിന് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ കേരളത്തിലാണ്. പക്ഷെ ഞാൻ ഡൽഹിയാണ് അല്ലെങ്കിൽ മുംബൈ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ലാതെ കേരളത്തിൽ നിന്ന് വേറെ ആരും പെണ്ണുങ്ങളാരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ ശരി. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഇതിലൊന്ന് പങ്കെടുക്കണം തോന്നുകയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? ഇത്ര കിലോമീറ്റേഴ്സ് ഓടി തെളിയിച്ച ആളാവണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ എൻട്രി ക്രൈറ്റീരിയ ഒന്നുമില്ല. പക്ഷേ നമ്മൾ നല്ല ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും സഫർ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ബേസിക് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫിനിഷ് ചെയ്യും. പക്ഷേ ചിരിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഫിനിഷ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റണം, ചിരിക്കാൻ പറ്റണം, ഫോട്ടോ എടുക്കാൻ പറ്റണം, അല്ലേ മിനിമം. അപ്പോൾ ട്രെയിനിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ജഡ്ജ്മെൻ്റ് ആണ് നമ്മളിതിന് റെഡി ആയോ. അല്ലാതെ നമ്മൾ ഒരു ആവേശത്തിന്, ചിലരിപ്പം ഈ സിറ്റിയിലൊക്കെ മാരത്തോൺസ് നടക്കുമ്പോൾ ഒരു റണ്ണിങ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ നേരെ കയറി ഫുൾ മാരത്തോണൊക്കെ രജിസ്റ്റർ ചെയ്യും, അല്ലേ. എൻട്രി ക്രൈറ്റീരിയ ഇല്ല. പക്ഷെ നമ്മൾക്ക് അറിയണം വെദർ യു ആർ റേസ് റെഡി, നമ്മൾ ആ ലെവലിലായോ എന്നുള്ളത് നമുക്കറിയണം. അല്ലാന്നുണ്ടെങ്കിലാണ് ഈ പെട്ടെന്നുള്ള ഇഞ്ചുറീസും, ചിലപ്പോൾ പറയില്ലേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തളർന്നു വീണു, ചിലപ്പം നമ്മൾ ബോഡീനെ അത്രയും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം
ഒരു ഇവൻറ്റിന് പോകാനായിട്ട്. അപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ചാലഞ്ചൊക്കെ നടക്കുന്നുണ്ട്. ചിലർക്ക് അറിയുണ്ടാവില്ല, ചിലർക്ക് അറിയാം. അപ്പോൾ നമ്മൾ വളരെ സീരിയസ്ലി അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് വയസ്സിലാണ് അപ്പോൾ ഇത് ചെയ്തത്? 41 അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലെ ഒരു സ്ത്രീയാണ് നമ്മുടെ ഡോക്ടർ ശ്രീദേവി വാര്യർ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. ഏജ് ഒന്നും ഒരു ലിമിറ്റ് അല്ല, മനസ്സിലെ ഒരു ആഗ്രഹമാണല്ലേ. അത് 65-70 ഇയേഴ്സ് ഓൾഡ് വരെ ഉണ്ട് ഈ കാറ്റഗറി. ഓ ശരി, ഓക്കെ. എല്ലാ ഏജ്, ഐ മീൻ എൻ്റെ കോച്ച് രാജ് 63-ലാണ് ചെയ്യുന്നത്. സോ 40 ഒക്കെ വളരെ യങ് ഏജ് ആണ് അവിടെ. അപ്പൊ എന്താണെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.